കേരള പൊണ്ണും തമിഴ്നാട് പയ്യനും തമ്മിലുള്ള വിവാഹത്തിന്റെ പ്രണയകഥ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. എന്നാൽ നല്ല പാതിയായി മാറിയ ഭുവനേഷിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് അനുമോൾ ഇതുവരെ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. എന്നാൽ കഴിഞ്ഞ ദിവസം അനുമോൾ പങ്കുവച്ച വ്ളോഗിൽ ചില സൂചനകൾ തന്നതിൻ്റെയും തൻ്റെയും ഭുവൻ്റെയും കണ്ടുമുട്ടലിനെ പറ്റിയുള്ള അനുമോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഒട്ടും വിട്ടു പറയുന്നുമില്ല. തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കുള്ള കണ്ടന്റാണ് എന്നാണ് അനുമോൾ ചോദിക്കുന്നവരെല്ലാം പറയുന്നത്. ഭുവൻ എന്നെ നേരത്തെ അറിയാൻ ഒരു വഴിയുമില്ല. എനിക്ക് പക്ഷേ പുള്ളിയെ നേരത്തെ അറിയാം, കാരണം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടേത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നിപ്പോൾ പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഞാൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയത്. അതിനുശേഷം പ്രോഗ്രാമുകളും കാര്യങ്ങളുമായി തിരക്കിലായി. അതിനു മുമ്പ് പുള്ളിയെ കാണാൻ ചാൻസ് ഇല്ല, പുള്ളി എന്നെ കാണാനും ചാൻസ് ഇല്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ളവരാണ്. ഞങ്ങളുടെ പരിചയപ്പെടലും പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുന്നതിനും പിന്നിൽ വലിയൊരു കഥ തന്നെയാണ്. അത് ഞാൻ വഴിയെ പറയാം. പുള്ളിക്കും എനിക്കും യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ വെറുതെ കിടക്കുകയായിരുന്നു, അതൊന്ന് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഭുവനോട് അന്നും ഞാൻ പറയുമായിരുന്നു യൂട്യൂബിൽ മുന്നോട്ട് കൊണ്ടുവരണമെന്ന്. ഇപ്പോൾ പിന്നെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. നല്ല ടാലൻ്റ് ഉള്ള ആളാണ്, എന്നേക്കാളും ടാലൻ്റ്. ഇത് പുകഴ്ത്തി പറയുകയൊന്നുമല്ല, ഒന്ന് പറഞ്ഞ് രണ്ടു പേർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. എല്ലാം അറിയാം. ഞങ്ങൾ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ തന്നെ ഗസ് ചെയ്യൂ. ഭുവന്റെ മലയാളം ഭയങ്കര രസമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് അത് കേൾക്കാൻ. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും തന്നറിയാം. ഭുവൻ്റേത് അവർ തമിഴ് പറയാൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ പറയും, ആരും തമിഴ് സംസാരിക്കരുത്, മലയാളത്തിൽ സംസാരിക്കൂ, അവൻ മലയാളം പഠിക്കട്ടെ എന്ന്. ഭുവനും അവരുടെ മലയാളം പറയാൻ ശ്രമിക്കും, അത് ഞാനും കേട്ടിരിക്കും. നല്ല രസമാണെന്ന് അനുമോൾ പറയുന്നു. അനുവിന്റെ സംസാരം കേട്ട് നിന്ന ഭുവൻ മലയാളത്തിൽ സംസാരിക്കാൻ താൻ മടിക്കുന്നു എന്ന് പിന്നാലെ കാരണവും പറഞ്ഞു. മലയാളത്തിൽ സംസാരിച്ചാൽ എല്ലാവരും കളിയാക്കുമോ എന്ന ഭയമാണ് തനിക്കുള്ളത് എന്നുമാണ് പറയുന്നത്. നിന്നെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് ചോദിക്കാൻ. എന്നെ ഞാൻ കളിയാക്കുന്നത് അതെ, നിന്റെ ഭാര്യ ആയതുകൊണ്ടല്ല. ഉടനെ അനുവിന്റെ മറുപടിയും എത്തി. ഭുവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചോദിക്കുമ്പോഴും ആത്മാർത്ഥമായ ഉത്തരമാണ് അന്ന് നൽകിയത്. ഭുവനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ പറയാനായിട്ടില്ല. ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭുവനിൽ എല്ലാം നല്ലതാണെന്ന് അനുമോൾ പറയുന്നു. മുംബൈയിലെ ഏതോ കമ്പനിയിൽ നല്ലൊരു ജോലി ഭുവനുണ്ട്. എന്നാൽ എന്താണ് ജോലി എന്നോ പ്രൊഫഷൻ എന്താണെന്നോ അനുമോൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. പുതിയ വ്ലോഗ് കണ്ട് ആരും പ്രപ്പോസ് ചെയ്തതെന്നോ അനുമോൾ തന്നെയായിരിക്കുമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഫോളോവേഴ്സും എത്തിയിരിക്കുന്നത്. അനുവിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലായി അനുമോൾ ഭുവനെ പ്രപ്പോസ് ചെയ്തതാണ് എന്നല്ല. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അനുമോളെയും ഭുവനെയും എല്ലാം തന്നെ വലിയ രൂപത്തിൽ ആരാധകർ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുമോളെയാണോ ഭുവനെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. ഇരുവരുടെയും ജോഡിയെ പറ്റിയും കമന്റ് ചെയ്യാൻ മറക്കല്ല ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.